ഒരു പ്രൊഡക്റ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് ബിസിനസ്സിൻ്റെ ഒരു പാറ്റേൺ മാറിയിരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് എന്ന് വെച്ചാൽ കുഴിമന്തി വരുന്ന സമയത്താണ്. ഒരു പ്രൊഡക്റ്റ് മാത്രം വിൽക്കുന്ന ഒരു കാറ്റഗറി വന്നു കുഴിമന്തി. ഞാൻ അൺകാറ്റഗറൈസ് ലക്ഷക്കണക്കിന് ഏരിയകൾ അൺകാറ്റഗറൈസ് ആയിട്ട് കിടക്കുന്നത്. ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാണ്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ആശയമുള്ള ഒരാളെ സ്മാർട്ട് സിഇഒ എങ്ങനെയാണ് സഹായിക്കുക? അതായത് പുതിയ കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ അയാൾക്ക് എന്താണ് ജോലി, അയാൾക്ക് എന്താണ് ഏർപ്പാട് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അയാൾ എന്തിന്റെ ആളാന്ന് ചോദിക്കാം. അയാൾ എന്തിന്റെ എക്സ്പെർട്ടാണ്. ഇന്ന് നമുക്കൊരു MBBS ഡോക്ടർ പോരാ പലപ്പോഴും. അയാളുടെ MBBS ഡോക്ടർ മോശമായതുകൊണ്ടല്ല, നമുക്ക് സ്പെഷ്യലിസ്റ്റുകളെയാണ് വേണ്ടത്. നിങ്ങൾ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഷോപ്പിൽ പോകാനാണ് ഇഷ്ടം, സൂപ്പർ മാർക്കറ്റിൽ പോകാനല്ല. കാരണം അവിടെ നമുക്ക് ഒരുപാട് സെലക്ഷൻ ഉണ്ട്, ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. അത് വളരെ മനോഹരമായിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മളെ പറ്റും. അപ്പൊ അവിടെ വാല്യൂ അഡീഷൻ കൂട്ടാനും ഈ വരുന്ന കസ്റ്റമറെ ഹാപ്പി ആക്കാനും ഈസിയാണ്. സെക്കൻഡ്, അവരെ ആംഗിൾ ചിന്തിക്കുക, അവരിതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ബിസിനസ്സിൽ വർത്തമാനകാലത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇൻവെന്ററിന്റെ ഏജിങ് ആണ്. ആ ഇൻവെന്ററി അല്ലെങ്കിൽ ആ സ്റ്റോക്ക് അവിടെ എത്ര കാലം കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് അവരുടെ നഷ്ടത്തിന്റെ പ്രശ്നം. ഇത് കുറച്ച് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന്റെ ഏജിങ് കൂട്ടിയാൽ ഇവരുടെ ബിസിനസ് ഓട്ടോമാറ്റിക്കലി ലാഭം വരും. ഇതുകൊണ്ടാണ് ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെപ്പറേറ്റ് സ്പെസിഫിക് ഇൻഡസ്ട്രീനെ ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. 200-ലധികം ബിസിനസ് ഓണേഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത 100 എക്സ്പേർട്സ് ആൻഡ് ലെജൻഡ്സ് ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ബിസിനസ് ക്ലബ് സ്മാർട്ട് സിഇഒ എന്ന് പറഞ്ഞു. സ്മാർട്ട് സിഇഒ Smart CEO. For more details, contact us.